ഒരു പുഴയിലെ വെള്ളം കുടിച്ചു വറ്റിക്കാൻ മാത്രമുള്ള ദാഹം മനുഷ്യന് വന്നാൽ എങ്ങനെയുണ്ടാവും? ഒരു ദിവസം ഒരു നഗരത്തിൽ അതുപോലൊരു സംഭവം ഉണ്ടാവുകയാണ്. ജനങ്ങൾ മുഴുവൻ ദാഹം സഹിക്കാൻ കഴിയാതെ സോംബികളെ പോലെയായി മാറി ഓടിച്ചെന്ന് പുഴയിലേക്ക് എടുത്ത് ചാടി വളരെ ആർത്തിയോടെ ആ വെള്ളം കുടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിനേക്കാൾ ഭീകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ ശരീരം വികൃതമായ രീതിയിൽ പൊട്ടിയൊലിച്ചു പോകും. അവർ മരണപ്പെട്ടു പോകും. എന്താണ് ആ നഗരത്തിലെ മനുഷ്യർക്ക് സംഭവിച്ചത്? സഹിക്കാൻ കഴിയാത്ത ദാഹം അവർക്ക് വരാൻ കാരണം എന്താണ്? ഒരു കിടിലൻ ത്രില്ലർ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ ഒരു തീം പാർക്ക് കാണിക്കാം. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിടയിൽ നിന്നും സ്നാക്സും ജ്യൂസും മേടിച്ചു വരുന്ന ഒരാളെ കണ്ടോ. ഇവനാണ് നമ്മുടെ കഥയുടെ കഥാനായകനായിട്ടുള്ള ഹ്യൂക്ക്. ഈ മേടിച്ച ജ്യൂസും സ്നാക്സും ആയിട്ട് ഒരു ഫാമിലിയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു ഫാമിലിയെ നന്നായിട്ട് നോക്കുന്ന ഒരു കുടുംബനാഥൻ എന്ന് തോന്നുകയാണെങ്കിൽ തെറ്റിയേട്ട. അത് അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊന്നും അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആള് ബയോകെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. എന്നാൽ അവനിപ്പോ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ കമ്പനിയിൽ മെഡിക്കൽ റെപ്പായിട്ടാണ്. മാത്രമല്ല അവിടെയുള്ള ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറുടെ ഫാമിലിയാണ് ഇപ്പൊ ഇവന്റെ കൂടെ ഉള്ളത്. അപ്പൊ ആ ഒരു ഫാമിലി നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഡോക്ടർ വഴി നല്ല എന്തെങ്കിലും ജോലി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ആശാൻ ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിള്ളേരുടെ കറക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ആക്കി കൊടുത്തപ്പോൾ അവിടെ ആ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർക്കാണെങ്കിൽ ഒരു അടിമയെ കിട്ടിയ പോലെയാണ്. അപ്പൊ നാളെ നേരത്തെ വരണേന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഹ്യൂക്ക് അവന്റെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. എടാ മടുത്തടാ ഈ ജോലി ചെയ്തിട്ട്. അപ്പൊ അവന്റെ കൂട്ടുകാരൻ പറയണ പൊന്നു മോനെ ഈ ജോലിയെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ പിച്ച എടുക്കേണ്ടി വരും നീ. എന്തായാലും ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഹ്യൂക്ക് അവന്റെ വീട്ടിലേക്ക് പോവാണ്. ഹ്യൂക്ക് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നല്ല ബാങ്ക് ബാലൻസ്, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ അനിയനായിട്ടുള്ള ജോയുടെ വാക്ക് കേട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കുറച്ച് പൈസ കിട്ടും. ഒറ്റയടിക്ക് പൈസ മുഴുവൻ പോയി. ഇപ്പൊ ഹ്യൂക്കിന്റെ അവസ്ഥ ഇതാണ്, ദരിദ്രനായി മാറി. അവനിപ്പോ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവന്റെ അനിയൻ ജോ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ചേട്ടാ എങ്ങനെ സുഖല്ലേ, കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ ഹ്യൂക്ക് പറയാണ്, ജോ നിന്റെ അടുത്ത് പല തവണ പറഞ്ഞതാ എന്റെ അടുത്ത് വരരുതെന്ന്. പോടാ അവിടുന്ന്, എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആട്ടി വിടുകയാണ്. കാരണം അവൻ കാരണമാണ് ഹ്യൂക്കിന് ഈ ഒരു അവസ്ഥ വന്നത്. എന്തായാലും ഹ്യൂക്ക് നേരെ വീട്ടിലേക്ക് വന്നു നോക്കിയപ്പോ അവന്റെ ഭാര്യയും പിള്ളേരും അവന്റെ അനിയൻ കൊണ്ടുകൊടുത്ത ഫാസ്റ്റ് ഫുഡൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. പാവങ്ങൾ കുറെ ദിവസമായി ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടേ എന്തിനു പറയണം, അവന്റെ ഭാര്യ വരെ വായിൽ അങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ വന്നപ്പോ എങ്ങനെയൊക്കെയോ വിഴുങ്ങുന്നുണ്ട്. ഭാര്യയും പിള്ളേരും ഒരു നോട്ടം നോക്കിയിട്ട് അവൻ നേരെ റൂമിൽ പോയി കിടക്കുകയാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഭാര്യ വന്ന് ചോദിക്കുകയാണ്, ഹുക്കിയ ഞാൻ ഒരു കാര്യം പറയുന്നത് കേൾക്കോ, ഞാനും കൂടെ ഒരു ജോലിക്ക് പോയിക്കോട്ടെ, എന്നാ പിന്നെ കുറച്ചെങ്കിലും നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഇപ്പൊ ഹ്യൂക്ക് പറയണത്, നീ വെറുതെ എന്നെ നാണം കെടുത്താൻ നോക്കണ്ട, എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ ഹ്യൂക്കിന്റെ അനിയൻ ജോയെ കാണിക്കുകയാണ്. ആളൊരു പോലീസുകാരനാണ് കേട്ടോ. അപ്പൊ അവന്റെ കൂടെ തന്നെയുള്ള ഒരുതൻ, അവന്റെ പേര് ജങ്കി എന്നാണ്. അവനിപ്പോ ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പൈസ ഇട്ടാലൊക്കെ നല്ല റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ജോയെയും അതുപോലെ തന്നെ അവന്റെ ചേട്ടനെയും അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കാശ് മുഴുവൻ കളഞ്ഞത്. അതുപോലെ തന്നെ അവന്റെ ചേട്ടൻ ഹ്യൂക്ക് വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കമ്പനിയുടെ ഷെയറുകളുടെ വില ഭയങ്കരമായിട്ട് ഈയിടെയായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ജോയെ അവന്റെ ചേട്ടന്റെ അടുത്തേക്ക് വിട്ടത്. ഇതിനെക്കുറിച്ച് ഈ ഒരു ജങ്കി ചോദിച്ചപ്പോ, ചേട്ടനല്ലേ, ചേട്ടന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റുന്നില്ല, എന്നെ ആട്ടി ഓടിക്കാണ്. എടാ എങ്ങനെങ്കിലൊക്കെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ചും കൂടെ പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്നു പറഞ്ഞപ്പോ ഈ ജോ വന്നിട്ട് ഇവന്റെ തല പിടിച്ച് ടേബിളിനിട്ട് ഒരൊറ്റ കുത്താണ്. പച്ചത്തെറി ഞാൻ വിളിക്കുന്നില്ല, നിന്റെ വാക്കും കേട്ടാണ് എന്റെയും ചേട്ടന്റെയും കാശ് കൊണ്ടുവന്ന് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് എന്റെ ചേട്ടൻ. ഇപ്പിതാ സാധാരണ ഒരു മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ നീ, അതുകൊണ്ട് അധികം സംസാരിക്കാന്നൊക്കെ ഉണ്ടാ. എന്തായാലും അടികൊണ്ട വിഷമത്തിൽ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഹ്യൂക്കിനെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയണം, അല്ലടാ നീയല്ലേ പറഞ്ഞ ഈ ജോലി മടുത്തു എന്നൊക്കെ, എനിക്കറിയാം നീ ഇതിലേക്ക് തന്നെ വരുമെന്ന്, വേറൊരു വഴിയില്ലല്ലോ. എന്നാൽ ഈ സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഹ്യൂക്ക് അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കമ്പനി എന്താണ് ഇപ്പൊ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാത്തതെന്ന്. അപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ഫ്രണ്ട് പറയാണ്, R&D. ആ ഒരു സെക്ഷൻ തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. R&D എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ആ ഒരു സെക്ഷൻ തന്നെ ഇപ്പൊ കമ്പനിയിലില്ല. മാത്രമല്ല കമ്പനി ഒരു ഫോറിൻ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഹ്യൂക്കിന്റെ അനിയൻ ജോയെ കാണിക്കുകയാണ്. അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കാശുണ്ടെങ്കിൽ നീ കൊണ്ടാ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ കാശില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ആരെങ്കിലും കടം മേടിച്ചു കൊണ്ടാ, നമുക്കത് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് ഇരട്ടിയാക്കാന്നൊക്കെ പറയണം. എന്നാൽ ജോയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന അവന്റെ ഗേൾ ഫ്രണ്ട് പറയണം, നീ ആദ്യം നിന്റെ ചേട്ടന്റെ കാശ് തിരിച്ചു കൊടുക്കുക, വെറുതെ ഓരോന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയണം. അതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ജോയുടെ ഗേൾ ഫ്രണ്ട് ഈ ഒരു കാര്യം ഹ്യൂക്കിനോട് പറയുന്നുണ്ട്. അപ്പൊ ഹ്യൂക്ക് പറയാണ്, പെണ്ണെ നിന്റെ കാര്യം അത് നീ തന്നെ നോക്കണം, അത് ഇതും ചെയ്ത് പൈസ പോയി കളഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നീട് അന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഹ്യൂക്ക് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവന്റെ ഭാര്യയും പിള്ളേരും നല്ല ജങ്ക് ഫുഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊരു മടുപ്പില്ലേ എന്നൊരു നോട്ടത്തില് അവൻ റൂമിലേക്ക് പോയി കിടക്കണം. അവൻ ഈ ജങ്ക് ഫുഡിലൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇനിയാണ് കഥ ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. രാവിലെ ആയപ്പോ തന്നെ പോലീസുകാരനായിട്ടുള്ള ജോ ഒരു വിവരം അറിഞ്ഞു
നേരെ ഒരു തടാകത്തിനരികിലേക്ക് ചെല്ലുകയാണ്. ഒരു സ്ത്രീ മരിച്ച് അവരുടെ ശവം പൊന്തിയിട്ടുണ്ട്. ജോ പോലീസുകാരനായതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്തേക്ക് പോവാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നത്, ടാ മോനെ, മനസ്സ് കല്ലാക്കിയിട്ട് ആ ഒരു മൃതദേഹം കണ്ടാൽ മതി എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ജോ പോയിട്ട് ആ ഒരു മൃതദേഹം കണ്ടപ്പോ അവനാകെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം അങ്ങനെ ആയിട്ടുണ്ട് ആ ഒരു ശവശരീരം. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അത് കൊണ്ടുപോവാണ്. ആ സമയത്താണ് ഡോക്ടർ പറയുന്നത്, ഇതൊരു സ്ത്രീയുടെ ശരീരമാണ്, ഒരുപാട് നാളായിട്ട് വെള്ളത്തിൽ കിടന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ഇത് അഴുകി പോയിരിക്കുന്നത്. എന്നാൽ ജോ പറയാണ്, ഒരുപാട് നാളൊന്നുമില്ല, ഇന്നലെ രാത്രി വരെ ഇവര് ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് കേട്ട ഡോക്ടർ ആകെ ഞെട്ടിപ്പോണ്. ഇന്നലെ രാത്രിയോ? ഒറ്റ രാത്രി കൊണ്ട് ഒരിക്കലും ഒരാളുടെ ശരീരം വെള്ളത്തിലിരുന്ന് ഇങ്ങനെ ആവില്ല. ഇപ്പൊ ഡോക്ടർ പറയാണ്, ഇതുപോലെ തന്നെ അളിഞ്ഞ രീതിയിൽ വേറൊരു മൃതദേഹം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സംതിങ്. അപ്പൊ നമ്മുടെ ഈ ഒരു നാട്ടിൽ വേറെ എന്തോ സംഭവിക്കുന്നുണ്ട്. ആ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും തടാകത്തിനരികിലായിട്ട് ഇതുപോലെ ചീഞ്ഞളിഞ്ഞ രീതിയിൽ വേറെയും കുറച്ചധികം മൃതദേഹങ്ങൾ കാണുകയാണ്. എന്തായാലും കാട്ടുതീ പോലെ ഈ ഒരു കാര്യം വാർത്തയിലൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. ജനങ്ങളൊക്കെ ചെറിയ രീതിയിൽ പാനിക് ആവുകയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ജോ നോക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ആണ് കേട്ടോ, വില മേലേക്ക് പോകുന്നുണ്ടോന്ന്. എന്നാൽ ഈ സമയത്താണ് ഇന്നലെ മരിച്ചുപോയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഭർത്താവിന്റെയും കുട്ടികളുടെയും മൃതദേഹം അതേ രീതിയിൽ തന്നെ പുഴക്കരയിൽ അടിഞ്ഞു എന്നുള്ള കാര്യം കേൾക്കുന്നത്. അതായത് ആ ഒരു ഫാമിലി ഒരു വെക്കേഷൻ ട്രിപ്പിനായിട്ട് ഈ നദിയുടെ മറ്റൊരു ഭാഗത്തുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അപകടത്തിൽപ്പെട്ടാണ് അവർ ആ ഒരു വെള്ളത്തിലേക്ക് വീണത്. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയൊന്നും നമ്മുടെ ഹ്യൂക്ക് കൊടുക്കുന്നില്ല. കുടുംബത്തെ എങ്ങനെയെങ്കിലും നന്നായിട്ട് നോക്കിയൊന്ന് രക്ഷപ്പെടുത്തണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുടെ കൂടെ ചെന്ന് അയാൾക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഡോക്ടർ ഹ്യൂക്കിനോട് പറയുന്നത്, ഹ്യൂക്കെ, വല്ലാത്തൊരു ദാഹം, നീ കുറച്ച് വെള്ളം തരുമോ? ഹ്യൂക്ക് കൊടുത്ത വെള്ളം പിന്നീട് വളരെ ആർത്തിയോട് കൂടിയിട്ടാണ് ആ ഒരു ഡോക്ടർ കഴിക്കുന്നത് കേട്ടോ. എന്നാൽ അതും പോരാഞ്ഞിട്ട് ഇയാളുടെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിലും തട്ടിപ്പറിച്ച് മേടിച്ച് വളരെ ആർത്തിയോടെ കുടിക്കുകയാണ്. എന്നിട്ടും മതിയാവുന്നില്ല. ഇയാൾ പിന്നീട് ആ ഒരു വണ്ടിയിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അതിലേക്ക് ചാടി അങ്ങോട്ട് ഇറങ്ങുകയാണ് അതിലെ വെള്ളം കുടിച്ച് ദാഹം മാറ്റാനായിട്ട്. എന്നാൽ അയാളുടെ പിന്നാലെ ഓടിച്ചെന്ന് ഈ ഒരു ഡോക്ടറെ രക്ഷപ്പെടുത്താൻ നോക്കിയ ഹ്യൂക്ക് ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് വെള്ളത്തിൽ വീണ് ഒരിച്ചിരി നേരം കൊണ്ട് അയാളുടെ ബോഡി ആകെ അഴുകി പോയിരിക്കുകയാണ്. ഞെട്ടിത്തെറിച്ച ഹ്യൂക്ക് പിന്നിലേക്ക് വീഴുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് ജോ വരുന്നുണ്ട്. അപ്പൊ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് പോയി ചോദിക്കുന്നുണ്ട്, ഈ നദിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ല കെമിക്കലും ഇവിടെ കലർന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണത്. ഓക്കെ, ഇത് വരുന്നത് ആ ഒരു മലയുടെ ഭാഗത്തുനിന്നല്ലേ, അവിടെ എന്തെങ്കിലും കെമിക്കൽ ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഈ വാച്ച്മാൻ പറയാണ്. ഒന്നുമില്ല, പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ വെള്ളത്തിലേക്ക് വീണ് ഈ രീതിയിൽ മരിക്കുന്നത്? ജോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഹ്യൂക്ക് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയ സമയത്ത് ഭാര്യയും പിള്ളേരും ഭയങ്കര ദാഹം കൊണ്ട് വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹ്യൂക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തില് അവന്റെ ഭാര്യ സിയോൺ പറയാണ്, എനിക്കെന്താ വെള്ളം കുടിച്ചൂടെ, അതിനുപോലുള്ള അവകാശം എനിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഹ്യൂക്കും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. അതായത് അവളുടെ ഫാമിലിയിലും ചില ആൾക്കാർ ഇതുപോലെ വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലായിരിക്കും ഇവളിങ്ങനെ സംസാരിക്കുന്നതെന്ന് അവൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ജോയ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു തടാകത്തിന്റെ കരയിൽ പോയിരിക്കുകയാണ്. കാരണം എന്താണ് ഈ രാത്രിയിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ചുക, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് കാശ് ഉണ്ടാക്കാന്നൊക്കെയാ പറയുന്നത്. എന്നാൽ ആ പെൺകുട്ടി അതിനൊന്നും സമ്മതിക്കുന്നില്ല. നിന്റെ മണ്ടത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് തന്നെ പറയാണ്. പിന്നീട് അവളോട് വഴക്കിട്ട് അവൻ അങ്ങനെ കാറിൽ കിടന്ന് ഉറങ്ങി പോവാണ്. ഈ സമയത്ത് കാറിനരികിലൂടെ ഒരുപാട് പേര് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതൊന്നും ജോ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ കാറിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കണ്ട് അവൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം തടാകത്തിന്റെ കരയിൽ ഒരുപാടധികം ശവങ്ങൾ. ഇവിടെ മാത്രമല്ല കേട്ടോ, സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ഇതുപോലെ ഒരുപാട് മൃതദേഹങ്ങൾ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. നാഷണൽ ലെവലിൽ തന്നെ ഇത് വലിയ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്, എന്താണ് ആ നഗരത്തിൽ സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ അയാളുടെ വീട്ടിലെ ബാത്ത് ടബിൽ ഇതുപോലെ മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ ആൾക്കാരൊന്നും വെള്ളത്തിൽ മുങ്ങിയല്ല മരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി ഇവർ കണ്ടു, ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ഒരുപാടധികം ചെറിയ ചെറിയ ഇരകൾ പുറത്തേക്ക് വരുന്നതായിട്ട്. വേഗം തന്നെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് പറയാണ്, ഇതൊരു തരം പാരസൈറ്റ് ആണ്. എന്നാൽ അത് കണ്ട സമയത്ത് ജോയുടെ ഗേൾ ഫ്രണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവളും ഇതുപോലെ ആ ഒരു മെഡിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവള് ചോദിക്കുകയാണ്, അല്ല ഈ പാരസൈറ്റ് മൃഗങ്ങളിലല്ലേ സാധാരണ ഉണ്ടാവുക, അതെങ്ങനെയാ മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറിയത്? അതുപോലെ തന്നെ ഇത് കയറിയത് കൊണ്ട് മനുഷ്യനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഇവര് പറയാണ്. ഈ സമയത്ത് ഡോക്ടർ പറയണ, വാ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. അതായത് ഇതൊരു പ്രത്യേക തരം വിരകളാണ്. ഇത് ആക്രമിക്കുന്നത് പ്രധാനമായി മൃഗങ്ങളെയാണ്. അവറ്റകളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അവര് പോലും അറിയാതെ ഈ വിരകൾ കയറിക്കൂടും. എന്നിട്ട് പതിയെ പതിയെ അവരുടെ മാംസവും ശരീരഭാഗങ്ങളും പതിയെ പതിയെ തിന്നു തീർത്ത് അതിന്റെ നെർവിനെ വരെ ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് പൂർണ്ണമായിട്ടും അതിന്റെ ശരീരത്തിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളത്തിലേക്ക് ഈ മൃഗം ചെന്ന് വീണാൽ മതി. അതിന്റെ ശരീരം പൊട്ടി ഈ വിരകൾക്ക് പിന്നീട് ആ ഒരു വെള്ളത്തിലേക്ക് സ്പ്രെഡ് ആയി പുറത്തേക്ക് വരാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി തന്നെ ആ മൃഗത്തിന്റെ നെർവ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഈ വിരയ്ക്ക് അതിന്റെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും.
പിന്നീട് ആ മൃഗത്തിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് വെള്ളം കുടിക്കാൻ ദാഹം വരുന്നതും അത് ആ വെള്ളത്തിൽ ചാടുന്നതും പിന്നീട് ശരീരം പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്നും ഈ വിരകൾ പുറത്തേക്ക് വരുന്നതും. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ജോയുടെ ഗേൾഫ്രണ്ട് അവളും ഒരു റിസർച്ചർ ആണല്ലോ. അപ്പൊ അവള് ചോദിക്കാണ്, സാറ് പറഞ്ഞതൊക്കെ ശരി, പക്ഷേ ഇവറ്റകൾ എങ്ങനെയാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് എത്തിയത്? അതുപോലെ തന്നെ ഇത്രയും അഗ്രസീവ് ആകാൻ എന്താ കാരണം? ഇപ്പൊ ആ ഒരു സയന്റിസ്റ്റ് പറയണ മിക്കവാറും ആ വിരകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിലേക്ക് എങ്ങനെ എത്തിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വിനോദസഞ്ചാരികൾ പലരും വന്നിട്ട് ഇവിടെയുള്ള തടാകത്തിലെല്ലാം കുളിക്കുന്നുണ്ടല്ലോ. സോ ആ തടാകത്തിൽ കുളിക്കുന്ന സമയത്ത് ചിലപ്പോ അവരുടെ ശരീരത്തിൽ കയറിയതാവാനായിരിക്കും സാധ്യത. എന്തായാലും സയന്റിസ്റ്റ് ആയിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞതിന് ശേഷം ജോയുടെ ഗേൾഫ്രണ്ട്, തൽക്കാലം നമുക്ക് അവളെ ഹന്ന എന്ന് വിളിക്കാം, ഹന്നയും അവളുടെ ടീമും ഒരു റിസർച്ച് നടത്തിയ സമയത്ത് 100% ഇത് തന്നെയാണ് ശരി, ആ വിര തന്നെയാണ് അതിന് കാരണം. അതുപോലെ തന്നെ അതിന് ചില മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ട്. അതായത് പ്രകൃതിയിൽ സാധാരണ കണ്ടുവരുന്ന രീതിയിലല്ല ആ വിരകൾ ഇപ്പോഴുള്ളത്. അതിനെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നുമല്ല, അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഈ ഒരു കാര്യം ഗവൺമെന്റിലേക്ക് വേഗം തന്നെ ഇവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം പിന്നീട് ഭയങ്കരമായിട്ട് ന്യൂസിലൂടെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അതായത് വാർത്തയിൽ പറയുന്ന പ്രധാന കാര്യം, നിങ്ങൾ ഈ ഇടയായിട്ട് എവിടെയെങ്കിലും പോയി കുളിച്ചിട്ടുണ്ടായിരുന്നോ, ഒരു പുഴയിലോ അങ്ങനെ എന്തെങ്കിലും? അതിനുശേഷം നിങ്ങളുടെ ദാഹം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് നിങ്ങൾ അഡ്മിറ്റ് ആവുക. കാരണം ഇന്ന് ഈ നഗരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിന്റെയും പിന്നിൽ ഒരു ഇൻഫെക്ഷനാണ്. ആ ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സിംറ്റംസ് കാണിക്കുക. ഇത് കണ്ട് ആകെ പേടിച്ചു പോവാണ് ആര്, നമ്മുടെ ഹ്യൂക്ക്. കാരണം അവന്റെ ഭാര്യയും പിള്ളേരും ഇപ്പൊ ഈ ഇടയായിട്ട് അമിതമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഹ്യൂക്ക് ഓടിച്ചെന്ന് വീട്ടിലേക്ക് നോക്കിയപ്പോ ഇത് തന്നെ അവസ്ഥ. അവന്റെ ഭാര്യയും പിള്ളേരും വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവളോട് പറയണം, നീ എത്രയും പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഹ്യൂക്കിന്റെ ഭാര്യ സിയോണും മക്കളും കൂടെ ആ ഒരു വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അത് കുടിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് ആ ഒരു വിരയുടെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇതേ സമയം അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ആ ഒരു ഹോസ്പിറ്റലില്ല. അവരൊന്നും നോക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടറോ നേഴ്സുമാരോ ഇല്ല. ആകെ കൂടെ വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു മെഡിക്കൽ ടീമിനെ വിളിച്ചുകൂട്ടി വലിയൊരു മീറ്റിംഗ് നടത്തുകയാണ്. ആ വരയെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന പ്രധാന ഡോക്ടേഴ്സ് എല്ലാം പഠിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ വിരകളെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിരകളെ നശിപ്പിക്കുന്ന വേർമിസൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അതെല്ലാവർക്കും കൊടുക്കാന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് ആ ഡോക്ടറും ടീമും കൂടെ പുറത്തേക്ക് വന്ന സമയത്ത് ഹന്നയുണ്ടല്ലോ, അവൾ ഓടിപ്പോയിട്ട് ആ ഡോക്ടറോട് ചോദിക്കുന്നത്, സാറേ ഇതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് നമുക്കറിയില്ല, ഒറ്റയടിക്ക് പേഷ്യൻസിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്നാൽ ആ ഒരു ഡോക്ടർ പറയുന്നത്, ഈ വലിയ വലിയ കാര്യത്തിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട, ഇത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അങ്ങനെ ന്യൂസിലൂടെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ചില ആൾക്കാരൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ തന്നെ വെർമിസൈഡ് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ, അതായത് വിരയെ കൊല്ലുന്ന ടാബ്ലറ്റുകൾ കഴിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹന്ന പറഞ്ഞതുപോലെ തന്നെ അതിന്റെ സൈഡ് എഫക്ട് വരാൻ തുടങ്ങി. ഈ വാർത്തയിൽ കേട്ട കാര്യം വെച്ച് ഒരു അമ്മ അവരുടെ കുഞ്ഞിന് ഇതുപോലൊരു ടാബ്ലറ്റ് കൊടുത്തു. അതിന്റെ സൈഡ് എഫക്ട് കാരണം ആ കുഞ്ഞ് മരിച്ചുപോയി. ഇങ്ങനെ ഒന്നല്ല, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് പേര് മരിച്ചു പോവാണ്. സോ പെട്ടെന്ന് തന്നെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. ഒരു കാരണവശാലും ആരും വെർമിസൈഡ് ടാബ്ലറ്റുകൾ കഴിക്കാൻ പാടില്ല. ഞങ്ങൾ ഒന്നുകൂടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മരുന്ന് കണ്ടുപിടിച്ച് നമുക്കത് ശരിയാക്കാന്നൊക്കെ പറയാണ്. അതായത് ഗവൺമെന്റിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. ഇതേ സമയത്തിന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാണ് ജോ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. വെള്ളത്തിന് വേണ്ടി ആർത്തി കൊണ്ട് ഇവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ അമിതമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടെന്ന് ജോ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ആരും അത് കേൾക്കുന്നില്ല. തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആ മനുഷ്യർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ഈ സമയത്താണ് ഒരു വൃദ്ധൻ ഈ ഹോസ്പിറ്റലിലെ വാതിൽ ഇവരെല്ലാം നോക്കി കരഞ്ഞോണ്ടിരിക്കുന്നത് ജോ കാണുന്നുണ്ട്. ഈ വൃദ്ധനെ ഇതിനു മുന്നേ ജോ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് തന്നെ ആ നദിക്കരയിലെ ആ പാർക്കിന്റെ ഭാഗത്തെ ആ ഒരു വാച്ച്മാൻ, അയാൾ തന്നെയാണിത്. അപ്പൊ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ച് ഈ കരയുന്നത് ചോദിച്ചപ്പോ ആ വാച്ച്മാൻ, ആ വൃദ്ധൻ പറയാണ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതിന്റെ എല്ലാം കാരണക്കാരൻ ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞ് അയാൾ കരഞ്ഞോണ്ടിരിക്കുമ്പോ ജോ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയ ആ ഒരു തെറ്റ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്നാൽ ആ ഒരു വൃദ്ധൻ ഇത് പറയുന്നതിന് മുന്നേ തന്നെ ജോയെ അവന്റെ ഗേൾഫ്രണ്ട് ഹന്നെ വിളിക്കുകയാണ്. ഹന്നെ വിളിച്ചിട്ട് പറയാണ്, ജോ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് പോകണം, കാരണം ചേട്ടന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇത് കേട്ട് ഞെട്ടിപ്പോയ ജോ വേഗം തന്നെ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവനൊരു കാര്യം കണ്ട് ആകെ ഞെട്ടിപ്പോവാണ്. പകൽ സമയത്ത് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്ന ആൾക്കാർ ഇവരെല്ലാവരും രാത്രിയായപ്പോൾ വല്ലാതെ വയലന്റ് ആയി ജനലുകളെല്ലാം പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെള്ളമുള്ള, അതായത് തടാകമുള്ള ഭാഗത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവർ മരിച്ചു പോകും. ഇപ്പൊ ജോ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും ആവുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ഹ്യൂക്കിന്റെ വീട്ടിലും. അവന്റെ ഭാര്യ വാഷ് ബേസിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ വെള്ളം വരെ ആർത്തിയോടെ കുടിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ മക്കളും എന്തൊക്കെയോ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാണ്. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ രണ്ട് പിള്ളേരെ കൈകൊണ്ടും അതുപോലെ കാലിനിടയിൽ അവന്റെ ഭാര്യയും പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹ്യൂക്ക്. അവരെ വിട്ടുകഴിഞ്ഞാൽ മിക്കവാറും അവർ ആ ഒരു വെള്ളത്തിലേക്ക് ചെന്ന് ചാടി മരിച്ചു കളയും. എന്തായാലും പുറത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ. ഈ ഇൻഫെക്ഷൻ ആയൊരു ഓടി പാലത്തിന്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് വെള്ളത്തേക്ക് എടുത്ത് ചാടി സെക്കൻഡുകൾ കൊണ്ട് തന്നെ മരിക്കും.
മരിക്കുകയാണ്. അൺകൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഭീകരമായ അവസ്ഥ. അങ്ങനെ ആ രാത്രി കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം വാർത്തയിലൂടെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് 3000-ന് മുകളിൽ ആൾക്കാരാണ് മരണപ്പെട്ടത്. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അമിതമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല. ഇതിനുശേഷം ഹ്യൂഗിനെ കാണിക്കാണ്. രാവിലെ തന്നെ ഇപ്പോ ഫാമിലിയും കൂട്ടി അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ രാത്രിയാവുന്ന സമയത്താണ് കൂടുതൽ വയലന്റ് ആവുന്നത്. സൂര്യപ്രകാശത്തിൽ ചിലപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വിരകൾ ഒന്ന് എന്താ പറയാ സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർ വയലന്റ് ആവാത്തത്. പക്ഷെ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡി എല്ലാം ആ റോഡരികിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഹ്യൂഗിന്റെ ഫാമിലി ആകെ പേടിച്ചു പോവാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഇന്നലെ ജോയെ കണ്ടിട്ട് ആ വാച്ച്മാൻ ആയിട്ടുള്ള അപ്പാപ്പൻ പറഞ്ഞല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന്. ഇപ്പൊ അതെന്താണ് വിഷയം എന്ന് ജോ ചെന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ കരഞ്ഞോണ്ട് തന്നെ പറയണം, മോനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാത്രിയിൽ ഞാൻ ആ തടാകത്തിലൂടെ നടക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള 2-3 പേര് വന്ന് ചത്ത 1-2 പട്ടികളെ ആ തടാകത്തിൽ ഇട്ടിട്ട് പോയി. എന്നാൽ അവിടെ കിടന്ന് അത് ചീഞ്ഞ് നാറണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടി. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം വെക്കേഷൻ സമയമാണ്, ഒരുപാട് സഞ്ചാരികൾ വരുന്നതാണ്, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാ പറയാതിരുന്നത്. പക്ഷെ ഞാനത് പറയാത്തത് കൊണ്ടാണ് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ പ്രശ്നമായത്. ഓക്കെ, അപ്പാപ്പൻ അത് പറയാത്തത് ശരി തന്നെ. എന്നാൽ ആരാണ് ആ സ്ട്രേഞ്ചേഴ്സ്? ചത്ത പട്ടി അവരെന്താണ് ആ നദിക്കരയിൽ കൊണ്ടിട്ടത്? ഇതിനെക്കുറിച്ച് ജോ ആലോചിക്കുന്ന സമയത്താണ് അവന്റെ കൂട്ടുകാരൻ ജെങ്കി വിളിക്കുന്നത്. എന്നിട്ട് അവൻ പറയാണ്, എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ ചേട്ടന്റെ ആ ഒരു മെഡിക്കൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തോന്ന്. ഇപ്പൊ നോക്കിക്കേടാ, ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് റോക്കറ്റ് പോകുന്നത് പോലെയാണ് പോകുന്നത്. ഇതിനൊരു കാരണമുണ്ട്. അതായത് ഒരു പ്രതീക്ഷയില്ലാതെ ഈ ഒരു ഇൻഫെക്ഷൻ കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു മെഡിസിൻ കാരണം ക്യൂർ ലഭിച്ചിരിക്കുകയാണ്. അതായത് അയാളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി അയാളുടെ ഉള്ളിലെ വിരകൾ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം ഒരു മരുന്നാണ്. ആ മരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഹ്യൂഗ് വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കമ്പനിയാണ്. ഈ വിവരം അറിഞ്ഞ പാടിനെ ജോയുടെ ഗേൾഫ്രണ്ട് ഹന്ന ഇപ്പൊ ജോയ് വിളിച്ച് പറയാണ്, അതായത് എത്രയും പെട്ടെന്ന് ആ ഒരു മരുന്ന് കിട്ടും നോക്ക്, എന്നിട്ട് നിന്റെ ചേട്ടന്റെ ഭാര്യക്കും മക്കൾക്കും അത് കൊണ്ടേ കൊടുക്കുന്ന പറയാണ്. ഇതേ നേരം ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെയാണ് ഹ്യൂഗ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ മോശമായിട്ട് വരികയാണ്. അപ്പൊ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ മരിച്ചു പോവാ അച്ഛാ. അപ്പൊ നെഞ്ചു പൊട്ടിക്കൊണ്ട് തന്നെ ഹ്യൂഗ് പറയണം, ഇല്ല മോനെ, മോനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, എല്ലാ അസുഖവും ഭേദാവും. എന്നിട്ട് മോന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ആ ഒരു പാർക്കിൽ പോകും, നമുക്ക് അടിച്ചു പൊളിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഹ്യൂഗും ആ ഒരു മരുന്നിനെ കുറിച്ച് അറിയണം. എല്ലാവരും അങ്ങനെ പിന്നീട് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി നോക്കുമ്പോൾ ഒരൊറ്റ ഷോപ്പിലും ആ ഒരു മരുന്ന് അവൈലബിൾ അല്ല. ഒരു പ്രതീക്ഷ വന്ന് ആ പ്രതീക്ഷ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതാവുകയാണ്. പിന്നീട് ഹ്യൂഗ് നേരെ ചെല്ലുന്നത് അവന്റെ കമ്പനിയിലേക്കാണ്. കാരണം അവന്റെ കമ്പനിയാണല്ലോ ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. എന്നാൽ കമ്പനിയിൽ എത്തിയ സമയത്ത് അവന്റെ കൂട്ടുകാരൻ പറയണ, എടാ ഒരു പ്രശ്നമുണ്ട്, ഈ മരുന്ന് അധികം വിറ്റ് പോവാത്തത് കൊണ്ട് തന്നെ കമ്പനി ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് കേട്ട ഹ്യൂഗ് ആകെ എന്താ പറയാ ഷോക്കായി പോവാണ്. എന്നാൽ അവന്റെ ഫ്രണ്ട് പറയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു സപ്ലയർ ആ മരുന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ചിലപ്പോൾ ഇതിന്റെ സ്റ്റോക്ക് അവന്റെ കയ്യിലുണ്ടാവും, നീ എന്തായാലും പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുന്ന പറയാണ്. അതുപോലെ തന്നെ ആ മെഡിക്കൽ കമ്പനിയുടെ ഓണർ ഉണ്ടല്ലോ, അയാളെ വിളിച്ച് ഗവൺമെന്റ് തന്നെ പറയാണ് ആ ഒരു മരുന്ന് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. എന്നാൽ അയാൾ പറയുന്നത്, സാറേ അതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല, കാരണം ഒരു ദിവസത്തില് 1 ലക്ഷത്തിൽ താഴെ മാത്രമേ ഞങ്ങളെ കൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയണത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഉണ്ടാക്കുക. പിന്നീട് ഈ കാര്യം വാർത്തയിൽ വരുന്നുണ്ട് കേട്ടോ, അതായത് മരുന്നിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയെന്ന്. അപ്പൊ ഇത് കേട്ട എല്ലാവരും സമാധാനിക്കുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഹ്യൂക്ക് അവിടെ ഇല്ല, അവന്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പൊ 2 മക്കളെയും ചേർത്ത് പിടിച്ച് ഇപ്പൊ അവന്റെ ഭാര്യ സിയോൺ പറയണം, മക്കളെ പേടിക്കേണ്ട, അച്ഛന്റെ കമ്പനിയാണ് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്, എന്തായാലും നമുക്ക് ആ ഒരു മരുന്ന് കിട്ടും. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു കൂട്ടം പോലീസുകാർ വരുന്നത്. ഇവര് വന്നിട്ട് പറയാണ്, ഇൻഫെക്റ്റഡ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്ന്. അങ്ങനെ ഇൻഫെക്റ്റഡ് ആവാത്ത എല്ലാവരെയും പിടിച്ച് പുറത്താക്കി ആ വാതിൽ അവർ ലോക്ക് ചെയ്യുകയാണ്. കുറച്ചേരം കഴിഞ്ഞിട്ട് ഹ്യൂക്ക് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാ ഡോറും ക്ലോസ് ആണ്. ഒരു രീതിയിലും ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ അവൻ പിന്നീട് ഒരു ഭാഗത്തേക്ക് ചെന്ന് ഗ്ലാസ്സിലൂടെ അവന്റെ ഭാര്യയെ കാണുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, മരുന്ന് കിട്ടിയോ? ഇല്ല, ഇന്ന് കിട്ടിയിട്ടില്ല, നാളെ കിട്ടുള്ളൂ എന്ന് പറയാണ്. എന്നാൽ ആ സമയത്ത് ആകെ ടെൻഷനായി പോയ സിയോൺ ആ വിഷമം അവനോട് കാണിക്കുന്നില്ല. അവനോട് സിയോൺ പറയാണ്, കുഴപ്പമില്ല, മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ പക്വതയോട് കൂടിയിട്ട് സിയോൺ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാണ്. എന്നാൽ രാത്രിയായപ്പോ കളിയൊക്കെ ആകെ മാറുകയാണ്. ഓരോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ ആ വിരകളും അതിന്റെ സ്വഭാവം കാണിച്ചു കൊടുക്കുകയാണ്. സോംബികളെ പോലെ ആയി മാറുന്ന എല്ലാ മനുഷ്യരും പുഴക്കരയിലേക്ക് ഓടി വെള്ളത്തിലേക്ക് ചാടി നിമിഷങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൂട്ടി വെച്ചവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അതിന്റെ ഉള്ളിൽ വയലന്റ് ആയി പുറത്തേക്ക് കടക്കാനായിട്ട് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആരെക്കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാളരാത്രി കൂടെ കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. അതായത് ഹ്യൂക്ക് വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി മരുന്നിന്റെ പ്രൊഡക്ഷൻ തുടങ്ങാന്ന് പറഞ്ഞില്ലേ, എല്ലാവരും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഒരെണ്ണം പോലും അവരുണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഹ്യൂക്ക് ആ ഒരു സപ്ലയറുടെ അടുത്ത് പോയപ്പോൾ അയാളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് ഹ്യൂക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ ആ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മരുന്ന് കിട്ടാനായിട്ട് എല്ലാവരും ആകെ വയലന്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് ഹ്യൂക്കിന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് മറ്റൊരു സപ്ലയറുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് കൂടെ ഒന്ന് പോയി നോക്കുമെന്ന് പറയാണ്. ഇതേ നേരം തന്നെ കമ്പനിയുടെ CEO അയാൾ വിളിച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്തില്ല? അപ്പൊ അയാൾ പറയുന്ന കാര്യം, ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോഴുള്ള മെഷീനറീസ് ഒക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്, അതുകൊണ്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ കഴിയില്ല, അതിനുള്ള ടെക്നോളജിയും മെഷീനറീസും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ല. അപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയുന്നത്, ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ആ മരുന്നിന്റെ ഫോർമുല അത് ഞങ്ങൾക്ക് തന്നേക്ക്, ബാക്കിയുള്ള കമ്പനികൾ കൊണ്ട് ഞങ്ങൾ അത് ഉണ്ടാക്കിച്ചോളാം. എന്നാൽ ഈ നായി പറയാണ്, സാറേ അത് പറ്റില്ല, ആ മരുന്നിന്റെ പേറ്റന്റ് അത് ഞങ്ങളുടെ കമ്പനിയുടെ കീഴിലാണ്, അത് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ഈ സമയത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയുന്നുണ്ട്, ഈ സമയത്ത് ഞങ്ങളെ നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ തന്നെ ആ ഒരു CEO പറയുന്നുണ്ട്, ഇത് എനിക്ക് ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരുപാട് ആൾക്കാർ ഇതിൽ വേറെയുണ്ട്, എന്നാ പിന്നെ അവരോട് പോയി ചോദിച്ചിട്ട് വാന്ന് പറയണം. ഇതേ നേരം തന്നെ നമ്മുടെ ഹ്യൂക്കിന്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഹ്യൂക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ. എന്നാൽ എങ്ങനെയൊക്കെയോ അതിലൂടെ ഉള്ളിലേക്ക് പോയി. അതുപോലെ തന്നെ ഹ്യൂക്കിന്റെ കൂട്ടുകാരനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനൊരു 4 ടാബ്ലറ്റ് ഹ്യൂക്കിന് കൊടുക്കുന്നുണ്ട്. കിട്ടിയ പാടിനെ ഭയങ്കരമായിട്ട് അവന് സന്തോഷമായി, ഭാര്യയും കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ. പിന്നീട് അവന് കിട്ടിയ ആ ഒരു 4 ടാബ്ലറ്റുമായിട്ട് നേരെ അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് റോഡരികിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ കാണുകയാണ്. അവരുടെ മടിയിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് തീരെ വയ്യ, മരിക്കാനായിട്ടുണ്ട്. ആ സമയത്ത് വല്ലാതെ ദയ തോന്നിയ ഹ്യൂക്ക് എന്താക്കി, അവന് 3 ടാബ്ലറ്റ് മതിയല്ലോ, അപ്പൊ ഒരു ടാബ്ലറ്റ് ആ ഒരു കുട്ടിക്ക് കൊടുക്കാന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ കാര്യം അവിടെയുള്ള എല്ലാവരും കാണുകയാണ്. ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാവരും കൂടെ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവസാനം ഒരാൾക്ക് പോലും അത് കിട്ടിയില്ല. ആ മരുന്നാകെ പൊടിഞ്ഞില്ലാണ്ടായി പോവാണ്. ഭയങ്കരമായ ഫ്രസ്ട്രേഷനും കുറ്റബോധവും ആ ഒരു സമയത്തിൽ ഹ്യൂക്കിന് തോന്നുകയാണ്, എന്ത് പരിപാടിയാണ് ഞാൻ ചെയ്തത്, ഇത് ചെയ്യണ്ടായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ആ മരുന്നിന്റെ പൊടിയൊക്കെ അവനിങ്ങനെ വാരിയെടുക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലാന്നേ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹ്യൂക്കിന്റെ അടുത്തേക്ക് അവന്റെ ആ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. എന്നിട്ട് അവനെ ചീത്ത പറയാണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് ആ ഒരു നാളിന് ഒപ്പിച്ചു തന്നെ, അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത ഓരോ പരിപാടികൾ ചെയ്തിട്ട്. എന്നാൽ ഒന്നും ഹ്യൂക്ക് മിണ്ടുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് അവന്റെ ഭാര്യ അവന് വിളിക്കുന്നത്, മരുന്ന് കിട്ടിയോന്നൊക്കെ ചോദിക്കുന്നത്. എന്നാൽ ഹ്യൂക്ക് പറയാണ്, ഇല്ല, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചിട്ട് വരാം. അതുപോലെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ട് അവന് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. ഈ നേരത്താണ് അവന്റെ കൂട്ടുകാരൻ ഒരു കാര്യം പറയുന്നത്, ഹ്യൂക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അതായത് പെട്ടെന്ന് തന്നെ ഒരു പാൻഡമിക് ഇവിടെ ഉണ്ടാവുക, അതുപോലെ ഇതിനെതിരെയായിട്ടുള്ള മരുന്ന് അത് 1 മാസങ്ങൾക്ക് മുന്നേ അതിന്റെ പ്രൊഡക്ഷൻ നിർത്തുക, ഇപ്പൊ ആ ഒരു മരുന്നിന് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടുക, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവന്റെ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഹ്യൂക്ക് പെട്ടെന്ന് ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് മിക്കവാറും ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം ബ്ലാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ. ഹ്യൂക്ക് ഒന്നും നോക്കിയില്ല, അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ഇതേ നേരം തന്നെ അവന്റെ അനിയൻ ജോ ഉണ്ടല്ലോ, ജോയും അവന്റെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ജങ്കി, ഇവർ രണ്ടുപേരും കൂടെ അവരുടേതായ വഴിക്ക് ചില അന്വേഷണങ്ങൾ നടത്തി. അത് ഭയങ്കരമായ ഒരു വഴിത്തിരിവുണ്ടാക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു പാൻഡമിക് ഇവിടെ സംഭവിച്ചതിന് ശേഷം ഹ്യൂക്ക് വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയല്ലോ. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ജങ്കി നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ അവനൊരു കാര്യം മനസ്സിലായി, ഇതിന്റെ ഷെയർ മുഴുവൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് അത് ഫേക്ക് അക്കൗണ്ടുകൾ വഴിയാണ്. അപ്പൊ ആ അക്കൗണ്ട് ഏതാണെന്ന് അന്വേഷിച്ച സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരാളാണ് അതെല്ലാം ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാൾക്ക് ഓർമ്മയൊന്നുമില്ല, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളാണ്. എന്തായാലും അയാൾ ഇത് മേടിക്കലല്ലോ. അയാൾക്കൊരു മകനുണ്ട്, ഷെൻജി, അവനാണ് ഇതെല്ലാം മേടിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ ആ ഒരു കമ്പനിയിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. സംതിങ് ഫിഷി ആയിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ജോയോട് ജങ്കി ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കമ്പനിയുടെ CEO അയാളിപ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യലിനോട് സംസാരിക്കുകയാണ്. ഇപ്പൊ അയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്റെ ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിനോട് ചോദിച്ചു, അപ്പൊ അവര് പറയുന്നത് ഈ ഫോർമുല കൊടുക്കാൻ അവരെല്ലാവരും തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ കമ്പനി വിലയിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ആ ഒരു ഫോർമുലയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടത് മരുന്നാണെങ്കിൽ കമ്പനിക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണ്. അതായത് ഇത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ കള്ളനായി കാശ് ഉണ്ടാക്കാൻ നോക്കുകയാണ് അതിന്റെ ഇടയിൽ. അതുപോലെ തന്നെ മറ്റൊരു മെഡിക്കൽ ടീം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഉള്ളിൽ ആ ഒരു വിരകൾ കൂടുതലായിട്ട് വളർന്നു കഴിഞ്ഞാൽ അവറ്റകൾക്ക് പുറത്തേക്ക് വരണം. ആ സമയത്ത് ഇവറ്റകൾ എന്ത് ചെയ്യും, മനുഷ്യരുടെ ബ്രെയിനിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ദാഹം ഫീൽ ചെയ്യിപ്പിക്കും. അപ്പൊ ദാഹം ഫീൽ ചെയ്യുമ്പോൾ ഇവർ നേരെ തടാകത്തിലേക്ക് ചെന്ന് ചാടും. കൂടുതലായിട്ടും വെള്ളമുള്ള സ്ഥലത്തേക്ക് ആ മനുഷ്യ ശരീരം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ ശരീരം പൊട്ടിച്ചുകൊണ്ട് തന്നെ ഈ വിരകൾ പുറത്തേക്ക് വരും. അവറ്റകൾക്ക് കൂടുതലായിട്ട് സ്പ്രെഡ് ആകാൻ കഴിയും. ഇനിയിപ്പോൾ ആൾക്കാരെ വെള്ളത്തിലേക്ക് പോവാതെ ഏതെങ്കിലും റൂമിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അസഹനീയമായ വേദനയും അവർ സഹിക്കേണ്ടി വരും. ഇതിനുശേഷം കാണിക്കുന്നത് ഹ്യൂക്കിന്റെ ഭാര്യയും കുഞ്ഞിനെയും പൂട്ടിയിട്ട ആ ഒരു സ്ഥലമാണ്. വെള്ളമുള്ള ഭാഗത്തേക്ക് അവർക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും വേദനയും ഇതെല്ലാം അവർ അനുഭവിക്കുന്നുണ്ട്. ഇതേ നേരം ആ റൂമിൽ വെച്ചിരിക്കുന്ന വലിയ വാട്ടർ ക്യാനിലേക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ സിയോൺ ഇപ്പൊ നോക്കുകയാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഹ്യൂക്കിനെ കാണിക്കുകയാണ്. അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ ആരോ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹ്യൂക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡാർക്ക് വെബിലും പലതരം സോഷ്യൽ മീഡിയയിലും എല്ലാം തപ്പി നോക്കുകയാണ്, ആരെങ്കിലും ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നേരം തപ്പിയപ്പോൾ ഒരു അഡ്രസ്സിൽ ഈ സാധനം സെല്ലാക്കുന്നുണ്ട്. വേഗം തന്നെ ആ അഡ്രസ്സും തേടി പിടിച്ച് ഹ്യൂക്ക് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഒരാൾ ആ ടാബ്ലറ്റ് മേടിച്ച്
മേടിച്ച് പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ ഹ്യൂക്ക് കാണുകയാണ്. അപ്പൊ ഹ്യൂക്കിനും സന്തോഷമായി. ആ മരുന്ന് മേടിക്കാൻ വേണ്ടി അവൻ നേരെ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകണം. ഇതേ നേരം തന്നെ നേരത്തെ സിയോൺ ആ ഒരു വെള്ളത്തിന്റെ ക്യാനിലേക്ക് നോക്കി നിന്നെന്ന് അറിയില്ലേ, ഇപ്പൊ പിള്ളേരെല്ലാം അവിടെ ഇട്ട് അവൾ ഓടിച്ചെന്ന് ആ ഒരു ക്യാൻ എടുത്ത് അത് നേരെ വായിലേക്ക് ഒഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ അവളുടെ ശരീരം പൊട്ടിപ്പോവും എന്നൊരവസ്ഥയിൽ നമ്മളിങ്ങനെ പേടിപ്പിച്ച് നിർത്തും. ഇതേ നേരം തന്നെ ഹ്യൂക്കാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസയും കൊടുത്ത് ടാബ്ലറ്റ് മേടിക്കാൻ നിൽക്കുമ്പോൾ ഒരു കൂട്ടം പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയാണ്. ബ്ലാക്ക് മാർക്കറ്റിൽ ഒരാളിങ്ങനെ ഈ മരുന്ന് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത് കണ്ടപാട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു, എല്ലാ ടാബ്ലറ്റും ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാണ്. അതായത് അയാൾക്കെതിരെ തെളിവില്ലാതിരിക്കാൻ വേണ്ടി. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. എന്നാൽ ആ അവസാന നിമിഷം ഹ്യൂക്കിന് കിട്ടിയ പ്രതീക്ഷയും ഇല്ലാതാവുകയാണ്. ഇപ്പൊ ആ ഒരു ടോയ്ലറ്റിൽ പോയി ഇരുന്ന് കരിയാണ് അവൻ. ഇതേ നേരം ഒരു കൺട്രോളും ഇല്ലാതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സിയോണ് അവൾ നിലത്ത് വീണ വെള്ളം വരെ നക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നൊരു ലേഡി അവരെ പിടിച്ചു വെച്ചിട്ട് സിയോണിനോട് പറയാണ്, ദാ അവിടെ ഇരിക്കുന്ന നിന്റെ മക്കളെ നോക്ക്, സ്വബോധം തിരിച്ചെടുക്ക്. ആ ഒരു സെക്കൻഡിൽ സിയോൺ മക്കളെ നോക്കുകയാണ് കേട്ടോ. അതായത് അവരുടെ ശരീരം ആ വിരകൾ കൺട്രോൾ ചെയ്യാണ്. എന്നാൽ ഒരു ഇത്തിരി നേരത്തേക്ക് സിയോൺ സ്വബോധം തിരിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഹ്യൂക്കിനെ നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിരാശയിൽ ആ മരുന്നിട്ട് ഫ്ലഷ് അടിച്ച ആ ടോയ്ലറ്റിൽ അവരങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ജോ വിളിക്കുന്നത്. ഹ്യൂക്ക് ഫോൺ എടുത്തപാട് തന്നെ ജോ പറയുന്നത്, ചേട്ടാ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഒരു ലൊക്കേഷൻ പറയാം, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരിക, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം, മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപാടിന് ഹ്യൂക്കിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഇവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ജോയ്ക്ക് ആ ഒരു മരുന്ന് കിട്ടിയത് അതറിയണ്ടേ. അതായത് ജോയുടെ കൂട്ടുകാരൻ ജങ്കി ഈ ഷെയർ പ്രൈസ് വല്ലാതെ കൂടിയപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഫേക്ക് ആയിട്ട് ആരാണ് ഇത് വാങ്ങിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടത്തിയില്ലേ. കുറച്ച് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരാളാണത് മേടിച്ചത്. എന്നാൽ അയാളത് മേടിക്കാൻ സാധ്യതയില്ല. അയാളുടെ മകൻ അയാളാണത് മേടിച്ചു കൂട്ടിയത്. ആ മകനാണെങ്കിൽ ആ കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്തതാണ്. അങ്ങനെ ഷെഞ്ചി എന്ന പേരുള്ള അയാളുടെ അടുത്തേക്ക് ജോ ചെന്ന് നല്ല പെട്ട കൊടുത്തപ്പോൾ ഉള്ള സത്യങ്ങൾ മുഴുവനും അയാൾ പറയാണ്. അതായത് ഹ്യൂക്ക് വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിലെ റിസർച്ച് ഡെവലപ്മെന്റ് ആ ഒരു സെക്ഷനിൽ ജോലി ചെയ്ത ആളായിരുന്നു ഈ ഒരു ഷെഞ്ചി. അവർ പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു റിസർച്ചിലായിരുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ഹോഴ്സ് ഹെയർ വോം എന്നൊരു പാരസൈറ്റിനെയാണ്. അപ്പൊ ആ ഒരു പാരസൈറ്റിൽ ചില റിസർച്ചുകളൊക്കെ നടത്തി അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അൾഷിമേഴ്സ് ഉണ്ടല്ലോ അതിനെതിരെയായിട്ടുള്ള ഒരു മരുന്ന് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പനിയിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് പഴയ സിഇഒ അയാളെ മാറ്റി പുതിയൊരാൾ വരുന്നത്. പഴയ സിഇഒ അയാളുടെ ലൈഫ് തന്നെ അതിലൂടെ ഇല്ലാതാവുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു വിഷമത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു. മാത്രമല്ല ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന 25 പേര് ഞങ്ങൾക്കും ഞങ്ങളുടെ ജോലി നഷ്ടമായി. പിന്നീട് ഞങ്ങളുടെ ദേഷ്യം മുഴുവൻ കമ്പനിയോടായി. എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം, പിന്നീട് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജോലി പോകുന്നതിന് മുന്നേ വളരെയധികം ബൾക്കായിട്ട് ലക്ഷക്കണക്കിന് ആ ടാബ്ലറ്റ്സ് ഞങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു പുതിയ പാരസൈറ്റ് ഹോഴ്സ് ഹെയർ വോം അതിനെ ഒരു പട്ടിയിലേക്ക് കുത്തിവെച്ച് അതിനെ ഇൻഫെക്റ്റഡ് ആക്കി. പിന്നീട് പുഴക്കരയിൽ ഞങ്ങൾ അതിനെ കൊണ്ടുപോയിട്ടു. അതുവഴി ഇവിടെ വലിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാനും എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മരുന്നിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ഇവന്മാര് ചെയ്തു വെച്ച പണിയായിരുന്നു അത്. എന്നാൽ ഈ സമയത്ത് ജോ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ടാബ്ലറ്റ് ഇപ്പോഴത് എവിടെയാണുള്ളത്. അങ്ങനെയാണ് ഷെഞ്ചി ആ ലൊക്കേഷൻ ജോയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ ഷെഞ്ചിയും കൂട്ടി നേരെ ആ ലൊക്കേഷനിലേക്ക് ജോയ് വന്നിട്ടുണ്ട്. അധികം വൈകാതെ ഹ്യൂക്കും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഗോഡൌണിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് മരുന്നുകളുടെ പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഹ്യൂക്കിന് ശ്വാസം നേരെ വീണത്. എന്നാൽ പെട്ടെന്നാണ് പുറത്തു നിന്നും ആരോ ആ ഗോഡൌണിന്റെ വാതിൽ ലോക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ തീ ആളിപ്പടരുകയാണ്. ആ മരുന്നുകൾക്ക് മുഴുവനായിട്ട് തീ പിടിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം പുറത്ത് കാറിൽ ഉണ്ടായിരുന്ന ഷെഞ്ചി അവനാണല്ലോ എല്ലാ സത്യവും പറഞ്ഞത്. അജ്ഞാതനായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവനിപ്പോ കൊന്നുകളയാണ്. ഇതേ നേരം ഗോഡൌണിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മരുന്നും കത്തി ഇല്ലാതായിട്ടുണ്ട്. പ്രതീക്ഷ കിട്ടി, ആ പ്രതീക്ഷ ഇല്ലാവാന്നൊക്കെ പറയില്ലേ. ആകെ തകർന്നു പോയ ഹ്യൂക്ക് ആ ഒരു തീയിലേക്ക് ചെന്ന് മരുന്നുകളൊക്കെ പെറുക്കിയെടുക്കാൻ നോക്കുമ്പോൾ ജോയാണ് പിടിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു തീയിൽപ്പെട്ട് ഇവരും മരിക്കുമെന്നൊരവസ്ഥ വന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രക്ക് ഇടിച്ചു കയറി വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ജോയുടെ ഗേൾ ഫ്രണ്ട് ഹെന്നയായിരുന്നു. അവളോടും ജോ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഫയർ റെസ്ക്യൂ ടീം വരികയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു തീയെല്ലാം അണയ്ക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു തീയിൽപ്പെട്ട് അതിന്റെ പുകയെല്ലാം ശ്വസിച്ച് ഹ്യൂക്കിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ബോധം തിരിച്ചു വന്നത്. അപ്പൊ തന്നെ അവൻ ആ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് ചാരമായി കിടക്കുകയാണ്. അപ്പൊ ആ ഒരു ചാരെല്ലാം വാരി അവനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 2 തവണയാണ് ഈ മരുന്നുകൾ അവന്റെ കൈ തുമ്പിലെത്തിയത്, എന്നിട്ടത് നഷ്ടമായത്. അങ്ങനെ അത് വാരി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹ്യൂക്കിന്റെ ഫോണിലേക്ക് അവന്റെ ഭാര്യ വിളിക്കുകയാണ്. അതായത് അവരുടെയൊക്കെ ഫോൺ മേടിച്ച് വെക്കാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ അവസാനമായിട്ടൊന്ന് അവളെ വിളിച്ചതാണ്. അപ്പൊ ഹ്യൂക്ക് അവന്റെ വിഷമങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് പറയാണ്, സീവണ നീ പേടിക്കണ്ട, അധികം വൈകാതെ ഞാൻ ഒരു മരുന്നുമായിട്ട് വരും, മക്കളോടും പറയാട്ടോ. എന്നാൽ ഇതേ സമയത്ത് സിയോന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവർ മേടിച്ചു വെക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ഇരുന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹ്യൂക്ക്. ഇപ്പോ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഹന്ന പറയാണ്, ഹ്യൂക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കമ്പനി ഗവൺമെന്റ് ഏറ്റെടുക്കാൻ വേണ്ടി പോകണം. ആ മരുന്നിന്റെ ഫോർമുല ഗവൺമെന്റിന് അധികം വൈകാതെ കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ മരുന്നും റെഡിയാവുമെന്ന് പറയണം. പക്ഷെ ഒരാഴ്ച ഇനിയും കാത്തിരിക്കണം. ഈ സമയത്താണ് ഹ്യൂക്കിന് ഒരു കാര്യം പെട്ടെന്ന് മൈൻഡിലേക്ക് അങ്ങ് സ്ട്രൈക്ക് ആവുന്നത്. അതായത് ഒരു ദിവസം കുട്ടികളുടെ കൂടെ ഈ ഹ്യൂക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്റ്റാർ ഷേപ്പിലുള്ള ഒരു
സോപ്പ് കണ്ട സമയത്ത് അവന്റെ മോനായിട്ടുള്ള ജോൻ ചോദിക്കണം, അച്ഛാ ഇതെന്താ സാധാരണ സോപ്പുകൾ സ്ക്വയർ ഷേപ്പിലല്ലേ ഉണ്ടാവുക, ഇതെന്തെങ്കിലും സ്റ്റാർ ഷേപ്പില്? അപ്പൊ ഹ്യൂക്ക് പറയണേ, അതൊക്കെ വളരെ സിമ്പിൾ അല്ല മോനെ, ഈ സോപ്പ് അതിന്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇതിനേത് ഷേപ്പിലേക്ക് മാറ്റാലോ. ആ ഒരു പോയിന്റ് പെട്ടെന്ന് അവന് ഓർമ്മ വരികയാണ്. ഇൻഗ്രീഡിയൻസ് അതറിഞ്ഞാൽ മതിയല്ലോ, എന്ത് വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാലോ. ആ പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്നുണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് ഇപ്പോഴും ആ ഒരു ഫാക്ടറിയിലുണ്ട്. അതിന്റെ ചെറിയൊരു സാമ്പിൾ ഹ്യൂഗിന് കിട്ടിയാൽ മതി, അവൻ ആ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. കാരണം അവനും ഒരു ബയോ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹന്നയും ജോയും കൂട്ടിയിട്ട് അവരുടെ ആ ഒരു കമ്പനിയിലേക്ക് പോകണം. അതായത് ആ മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് അതിന്റെ ഒരു ഇച്ചിരി കിട്ടിയാൽ മതി. ഇതേ നേരം തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. അതായത് ആ കമ്പനിയുടെ സിഇഒ ആ കമ്പനിക്ക് ഒരു വില പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാന്നല്ലേ? $5 ബില്യൺ, ഏകദേശം 10-40,000 കോടി രൂപ വരും. കുഴപ്പമില്ല, എന്തായാലും ഇത്രയും പൈസ കൊടുക്കാൻ തന്നെ അവസാനം ഈ പ്രൈം മിനിസ്റ്റർ തീരുമാനിക്കുകയാണ്. എന്നാൽ പ്രൈം മിനിസ്റ്ററോട് അദ്ദേഹത്തിന്റെ ആൾക്കാർ പറയുന്നത്, സാറി ഒരിക്കലും ആ ഒരു കമ്പനിക്ക് ഈ ഒരു വാല്യൂ ഇല്ല. അപ്പൊ PM ചോദിക്കുകയാണ്, ഇതല്ലാതെ വേറെ എന്താ വഴി? എത്രയും പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് സെറ്റാക്കിയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് പറയാം. ഇതേ നേരം തന്നെ ഇൻഫെക്റ്റഡ് ആയ ആശുപത്രിയിൽ പൂട്ടിയിട്ട ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ സിയോണും കുട്ടികളും ഉണ്ട്. കുറെ നേരം അവൾ സ്വയം കൺട്രോൾ ചെയ്ത് മക്കളെയും ചേർത്ത് പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞു. കുറെ പേർക്കൊക്കെ വെള്ളം കിട്ടാതെയായിട്ട് അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വിരകൾ പുറത്തേക്ക് വരികയാണ്. ക്രൂരമായിട്ട് തന്നെ ഓരോ മനുഷ്യർ മരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ബാക്കിയുള്ളവർ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും വെള്ളം വേണം. അപ്പൊ ആ ഒരു വെള്ളത്തിന് വേണ്ടി ഓരോ ആൾക്കാരും ഇങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തലച്ചോറിനെ ഇപ്പൊ ആ ഒരു പാരസൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സിയോൺ നേരെ മുകളിലേക്ക് നോക്കുകയാണ്. അതായത് തീ പിടിച്ചു കഴിഞ്ഞാൽ ഓണാകുന്ന ഒരു വാട്ടർ സിസ്റ്റം അതെങ്ങനെയെങ്കിലും ഓണാക്കി വിട്ടാൽ മതി, വെള്ളം ഒരുപാട് കിട്ടുമല്ലോ. അപ്പൊ അതിനുവേണ്ടി തൊട്ടപ്പുറത്ത് ദാ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കിയാൽ മാത്രം മതി. എന്നാൽ അത് ഞെക്കാനായിട്ട് അവൾ പോകുന്നില്ല, അവൾ സ്വയം കൺട്രോൾ ചെയ്യാണ്. എന്നാൽ സിയോണ് തോന്നിയ അതേ ചിന്ത തന്നെ ബാക്കിയുള്ളവർക്കും തോന്നുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും കുറച്ചു മുന്നേ അവളുടെ കൺട്രോൾ പോയപ്പോൾ ഒരു സ്ത്രീ വന്ന് അവളെ ഹെൽപ്പ് ചെയ്തില്ലേ, ആ സ്ത്രീക്ക് അവർക്കിപ്പോ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ ഓടിച്ചെന്ന് ആ സ്വിച്ച് ഞെക്കാൻ നോക്കിയപ്പോ സിയോണാണ് അതിനെ തടുക്കുന്നത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ബ്ലോക്ക് ചെയ്യാണ്. എന്നാൽ ഇതേ നേരം ബാക്കിയുള്ള എല്ലാവരും വന്നിട്ട് ആ ഒരു സ്വിച്ച് ഞെക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതേ നേരം തന്നെ കമ്പനിയിലേക്ക് ആ ഒരു മരുന്നിന്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഹ്യൂഗിനെയും ജോയും കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോയിനെ അവന്റെ കൂട്ടുകാരൻ ജങ്കി വിളിക്കുകയാണ്. അതായത് വേറെയും ചില കാര്യങ്ങൾ ജങ്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ജോയുടെ അതവൻ പറയാണ്. അങ്ങനെ ഫോൺ കട്ടായതിനു ശേഷം ജോ ഈ കാര്യം ഹ്യൂക്കിനോട് പറയുന്നുണ്ട്. അതായത് മരിച്ചുപോയ ഷെഞ്ചി ഉണ്ടല്ലോ, അവൻ പറഞ്ഞത് മുഴുവനും സത്യമല്ല, പകുതി മാത്രമേ സത്യമുള്ളൂ. ഇപ്പോഴാണ് ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലായത്. ഈ ഷെഞ്ചി അതുപോലെ തന്നെ കമ്പനിയുടെ ഇപ്പത്തെ സിഇഒ അവര് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അതുപോലെ തന്നെ ആ റിസർച്ച് ടീമിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 25 പേരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതായത് പുതിയ കമ്പനി സിഇഒ ബാക്കിയുള്ള ആ 25 പേര് ഇവരാണ് ഈ പ്ലാൻ ശരിക്കും ഉണ്ടാക്കിയത്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ആ മരുന്നിന് ഡിമാൻഡ് ഇവർ തന്നെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്. ആ 25 പേരിൽ ഇപ്പൊ ഈ ഒരു ഷെഞ്ചി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, പുറം രാജ്യത്താണ്. കാരണം അവർക്കും അവരുടെ ഫാമിലിക്കും ഒന്നും പറ്റാൻ പാടില്ലല്ലോ. പിന്നീട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പനിയെ വളരെ വലിയ പൈസക്ക് ഗവൺമെന്റിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ആ മരുന്ന് ഇവരുടെ കയ്യിൽ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ടല്ലോ അത് വിറ്റ് കാശാക്കുക. ഈ ഒരു പ്ലാൻ ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഇവരുടെ ആദ്യത്തെ ആ ഒരു പ്ലാന് പോലെ വലിയൊരു തുകയ്ക്ക് ഇവരുടെ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി പോകാണല്ലോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കളിച്ചിരിക്കുന്നത് ആ റിസർച്ച് ഡെവലപ്മെന്റ് ടീം, അതിൽപ്പെട്ട ആ 25 ആൾക്കാരും പുതിയ സിഇഒ അയാളും കൂടിയാണ്. ഈ കാര്യങ്ങളെല്ലാം ജോ ഇപ്പൊ ഹ്യൂഗിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹ്യൂഗ് പറയണ ഒരു കാര്യം ചെയ്യേ, നീ ഇവിടെ ഇറങ്ങ്, കമ്പനിയിലേക്ക് ഞാൻ പോയിട്ട് ആ ഒരു മരുന്നിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്താണ് ഹോസ്പിറ്റൽ ഉള്ളത്, അവിടെയാണ് സിയോണും കുഞ്ഞുങ്ങളും ഉള്ളത്. നീ അവരുടെ കാര്യം എന്തായി നിന്ന് പോയി നോക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇറക്കി വിടുകയാണ്. അതുപോലെ തന്നെ ഹ്യൂഗ് നേരെ കമ്പനിയിലേക്ക് പോവാണ്. ഇതേ സമയത്താണ് അവിടുത്തെ ആ ഒരു ഫയർ അലാറം സിസ്റ്റം, ആ വാട്ടർ സ്പ്രേ അത് ഓൺ ആവാനുള്ള സ്വിച്ച് എല്ലാവരും കൂടെ ഞെക്കാൻ നോക്കുന്നത്. കറക്റ്റ് അതേ നേരത്ത് അങ്ങോട്ടേക്ക് ജോ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ജോയ്ക്ക് മനസ്സിലായി. ആരെങ്കിലും ആ ഒരു സ്വിച്ച് ഇപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്നും വലിയ അളവിൽ വെള്ളം താഴേക്ക് വീഴും. ആ വെള്ളം താഴേക്ക് വന്നാൽ ഇവിടെയുള്ള ഒരാൾ പോലും പിന്നീട് ജീവനോട് ഉണ്ടാവില്ല. എല്ലാവരുടെയും ശരീരം പൊട്ടിച്ചെതറി ആ വിരകൾ പുറത്തേക്ക് വരും. കറക്റ്റ് അത് മനസ്സിലാക്കിയ ജോ ഓടിച്ചെന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇങ്ങോട്ടേക്കുള്ള ആ ഒരു മെയിൻ ആയിട്ടുള്ള വാട്ടർ സപ്ലൈയുടെ പൈപ്പ് അതിന്റെ ആ ഒരു വാൽവ് ക്ലോസ് ചെയ്തിടാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ആ ഒരു സ്വിച്ച് ഞെക്കി. എന്നാൽ സ്വിച്ച് ഞെക്കിയത് കൊണ്ട് വെള്ളം വരുന്നില്ല. എന്തായാലും ജോ കറക്റ്റ് സമയത്താണ് എത്തിയത്. അവൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയേനെ. ഇതേ സമയത്ത് തന്നെ കമ്പനിയിലേക്ക് ഹ്യൂഗ് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ കമ്പനിയുടെ മുന്നിൽ വെച്ച് എല്ലാവരും വലിയ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും കമ്പനിയുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഹ്യൂഗിന് കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാവരും പിടിച്ചു മാറ്റി ഹ്യൂഗ് ഉറക്കാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്, നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, എന്നെ കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇവിടെ തന്നെ ഈ കമ്പനിയിൽ തന്നെ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ട്. ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം നിങ്ങൾ എനിക്ക് ഒരുക്കി തന്നാൽ മാത്രം മതി എന്ന് പറയണം. ഇത് കേട്ട് മനസ്സിലായ ആളുകൾ അവന് പോകാൻ വേണ്ടി വഴി അവര് തന്നെ സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഹ്യൂഗ് ഒന്നും നോക്കിയില്ല, ഒരു ട്രക്ക് എടുത്തുകൊണ്ട് വന്ന് ആ കമ്പനിയുടെ ഗേറ്റ് ഒക്കെ ഇടിച്ചു പൊളിച്ച് നേരെ കമ്പനിയുടെ
കമ്പനിയുടെ ഉള്ളിലേക്ക് പോവാണ്. പിന്നീട് നേരെ സ്റ്റോർ റൂമിലേക്ക് ചെന്ന സമയത്ത് ആ മരുന്ന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് ബൾക്കായിട്ട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറയാം. വേഗം തന്നെ അത് ആ ഒരു ട്രക്കിലേക്ക് ഹ്യൂക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. അതേ സമയത്ത് തന്നെ അവരുടെ സെക്യൂരിറ്റി ഗാർഡുകൾ വന്നിട്ട് സാറേ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവരും കൂടുകയാണ്. ഇതേ നേരം ഈ ഒരു കമ്പനി വലിയ തുകയ്ക്ക് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോവാണല്ലോ. അപ്പൊ അതിൽ ആ ഒരു എഗ്രിമെന്റിൽ PM സൈൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഒരു സ്വകാര്യം പറയുന്നത്. നമ്മുടെ ഹ്യൂക്കും അതുപോലെ തന്നെ ജോയും കണ്ടുപിടിച്ച ആ ഒരു കാര്യം, ഇതിന് പരിഹാരവും അവർ കണ്ടുപിടിച്ചു എന്നുള്ള ആ ഒരു കാര്യം. പെട്ടെന്ന് തന്നെ PM അദ്ദേഹത്തിന്റെ പേന താഴെ വെക്കുകയാണ്. ഡോക്യുമെന്റിൽ സൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ആ CEO അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, പുന്നാര മോനെ, ഞങ്ങൾ ഈ ഡീൽ നീയുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്നറിയോ, ഈ പ്രശ്നം ഉണ്ടാക്കിയത് നീയും നിന്റെ കൂട്ടാളികളാണ് എന്നുള്ള വിവരം ഞങ്ങൾക്ക് മനസ്സിലായി. വിത്ത് സോളിഡ് എവിഡൻസ്. ഇനി നിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പരിഹാരം ഉണ്ടെന്ന് പറയാം. അതായത് നമ്മൾ ഹ്യൂഗ് കണ്ടുപിടിച്ച ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിപ്പോ ബാക്കിയുള്ള ഫാർമ കമ്പനിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇനി എല്ലാ കമ്പനിയും കൂടെ ഒരുമിച്ച് ചേർന്ന് മരുന്ന് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഹ്യൂഗ് ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളൊരു ബയോകെമിസ്റ്റ് ആണ്, ഒരു സയന്റിസ്റ്റ് തന്നെ. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒരു മെഡിക്കൽ റെപ്പായി വർക്ക് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രം. എന്തായാലും ഹ്യൂഗ് ഇപ്പോ ഭാര്യയുടെയും കുഞ്ഞിന്റെ അടുത്തേക്കും ചെല്ലുകയാണ്. ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് പറയണം, മക്കളെ പേടിക്കേണ്ട കേട്ടോ, ഇന്ന് വൈകുന്നേരം നമുക്ക് വീട്ടിലേക്ക് പോകാം. പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനികൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യാതൊരു കാശും മേടിക്കാതെ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി ഒരുപാട് ബൾക്ക് എമൗണ്ടിൽ വളരെ വേഗത്തിൽ ഈ മരുന്നുകൾ ഉണ്ടാക്കി വേഗം തന്നെ സപ്ലൈ ചെയ്യാണ്. ആളുകൾ ഈ മരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും പതിയെ പതിയെ ഭേദപ്പെട്ട് വരാനും തുടങ്ങി. അതുപോലെ ഇതെല്ലാം ഈ പ്രശ്നത്തിലെല്ലാം കാരണക്കാരനായിട്ടുള്ള ആ CEO അവനുണ്ടല്ലോ, അവനെ അറസ്റ്റ് ചെയ്തു. അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ജനങ്ങളൊക്കെ അവനെ കാർക്കിച്ച് തുപ്പുമായിരുന്നു. ചീഞ്ഞ മുട്ട വെച്ച് അവനെ എറിയുന്നുണ്ട്. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇവന് കൊടുക്കാൻ പാടില്ല. ജനങ്ങളൊക്കെ അവനെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. ആ മരുന്ന് എല്ലാവരും കഴിച്ചു. എല്ലാവരുടെയും അസുഖം ഭേദമായി. മാത്രമല്ല ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് നമ്മുടെ ജോ ഉണ്ടല്ലോ, അവന്റെ ആ ഒരു പണത്തിനോടുള്ള ആർത്തി കുറെയൊക്കെ വേണ്ടാന്ന് വെച്ചു. ഈ നോട്ട് കെട്ടുകൾ ചില സമയത്ത് ഇതിന് ഒരു പേപ്പറിന്റെ വാല്യൂ പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവനത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പണത്തിനോടുള്ള ആ ഒരു ആർത്തി മാറ്റിവെച്ച് അവന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ ഹന്ന, അവളുടെ കൂടെ കുറച്ച് നല്ല സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂക്കാണെങ്കിൽ മക്കളോട് പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു പാർക്കിലേക്ക് അവരുമായിട്ട് പോയിട്ടുണ്ട്. അവരുടെ കൂടെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.